പോലും ചെയ്യൂല, മക്കളെന്നെ കാണില്ല. പണ്ടത്തെ കാലത്തൊക്കെ വാപ്പാര് ഗൾഫിൽ പോയാൽ 4 കൊല്ലം 5 കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നൊരു കാലം ഉണ്ടായിരുന്നു. വല്ലാതൊന്നും ആയില്ല, ഒരു 10-20 കൊല്ലം മുമ്പ് വരെ ഏറെക്കുറെ അങ്ങനൊക്കെ തന്നെ അല്ലേ. അന്ന് പോലും മക്കൾ വഴികേടിലാകാത്ത കോലത്തിൽ മക്കൾ ഇന്നിപ്പോ വഴിതെറ്റിപ്പോവാണ്. എന്താ കാരണം? മറ്റൊന്നല്ല, അന്ന് വാപ്പ 4 കൊല്ലം ഗൾഫിലാണെങ്കിലും ഈ മകനെ നോക്കാനുള്ള കൃത്യമായ ഉത്തരവാദിത്വം ഒന്നുകിൽ വല്ലിപ്പാക്കുണ്ടാവും, അല്ലെങ്കിൽ മൂത്താപ്പുണ്ടാവും, അല്ലെങ്കിൽ അമ്മാവനുണ്ടാവും, അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കാരണവന്മാർക്ക് ഇത് ചോദ്യം ചെയ്യാനുള്ള ഒരു ധൈര്യവും അധികാരമൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. ഇന്നിപ്പോ മൂത്താപ്പ ചോദിക്കാണ്, രാത്രി 12 മണിക്ക് അങ്ങാടിയിൽ നിൽക്കുന്ന ഒരാളോട് ഉപ്പയുടെ ജ്യേഷ്ഠനാകുന്ന മൂത്താപ്പ ഈ കുട്ടിനോട് ചോദിക്കാണ്, മോനെ എന്താ 12 മണിയായില്ല, ഇവിടെ എന്താ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ കുട്ടി ഉമ്മാനോട് പോയി പറഞ്ഞു കൊടുക്കും, ഉമ്മ മൂത്താപ്പ എന്നല്ല വെറുതെ രാത്രി എന്നോട് ചൂടായി. ഉമ്മ നേരെ ഉപ്പാനെ വിളിച്ചിട്ട് പറയും, എന്തിനാ, അല്ലെങ്കിൽ നമ്മളെ മോന്റെ കാര്യത്തിൽ മൂപ്പര് ഇടപെടണ്ട, മൂപ്പർക്ക് നമ്മളെ മോനോട് അസൂയാണ് എന്ന് പറയും. എന്നിട്ട് പിന്നെ വാപ്പ ആ മൂത്താപ്പാനെ വിളിച്ചിട്ട് പറയും, അല്ല ഓന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കണ്ട, ഓള അതിന് ആവശ്യമുള്ള കാര്യത്തിലൊക്കെ നോക്കുന്നുണ്ട്. സ്വന്തം രക്തം പോലെ കരുതേണ്ടതാണ് ഈ മൂത്താപ്പ ഈ മകനെ. പഴയ കാലങ്ങളിൽ നമുക്കൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് പേടിയാ, അങ്ങാടിയിൽ രാത്രി ഒരു സമയമായാൽ നിൽക്കാൻ തന്നെ പേടിയാ. നമ്മളെ ഉറ്റവരും കുടുംബക്കാരൊന്നും വേണ്ട, അങ്ങാടിയിലുള്ള ആരെങ്കിലും ചെവിക്ക് കുന്നിക്ക് പിടിച്ച് വീട്ടിലേക്ക് പറഞ്ഞേക്കും. ഇന്നിപ്പോ അങ്ങനെ വേറൊരാള് ചെയ്താൽ അവനവന്റെ കുടുംബക്കാർക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത നിലക്കുള്ള ഒരു അകൽച്ചയും ഒരു വിദൂരതയുമെല്ലാം കുടുംബത്തിനിടയിൽ മതിലുകൾ തീർത്തത് ഇങ്ങനെ ഇല്ലാതെയാക്കി പോയി. കുടുംബം എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഇങ്ങനെ പരിമിതപ്പെട്ടു. നമ്മൾ 2-3 ആൾക്കാർ. വലിയ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കൺസെപ്റ്റാണ്, ഒരാശയമാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ് ഇസ്ലാമിക കുടുംബം എന്ന് പറയുന്നത്.